ഞാനിന്ന് എന്റെ വീട്ടിലൊരു പണിക്കാരും ഇതെന്റെ മേഡവും ആണെങ്കിൽ അന്നത്തെ ഞങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കും നോക്കണം ഇന്നത്തെ വീഡിയോയിലൂടെ. ചലഞ്ച് എന്താ അറിയോ, ഞാൻ പുറത്തുനിന്ന് വന്നൊരു പണിക്കാരം, ഇജ് ഇവിടുത്തെ ഒരു മേഡം, ഇജ് പറഞ്ഞ എല്ലാ പണിയും എടുക്കും. പക്ഷെ ഞാൻ പുറത്തുനിന്ന് ഒരു പണിക്കാരെ പോലെ ഇജ് ബിഹേവ് ചെയ്യണം. ഓക്കെ ഓക്കെ. ആദ്യം തന്നെ മേഡം ഒരു ചൂലും ബക്കറ്റും മുറം കൊണ്ടുവന്നാണ്ട് ഈ കണ്ട സ്ഥലം മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കാനോട് എന്നോട് പറഞ്ഞത്. പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇന്നസെന്റ് പറഞ്ഞ മാതിരി വെള്ളപ്പങ്കടിൽ വെള്ളപ്പച്ചുണ്ട് പോലെ ടിങ് ടിങ് നേരം അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഒന്നുമില്ലത്. സംഭവം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്ഥലം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തുണ്ട്. ഞാൻ പണിക്ക് ശേഷം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ മേഡം ഒരു തേങ്ങ ക്വാളിറ്റി വന്നാണ്ട് അർജന്റായിട്ട് ഒരു തേങ്ങ വേണം. അതുകൊണ്ട് ഒരു വേഗം ഒരു തേങ്ങ പൊളിക്കാറുണ്ട്. ഈ കാണുന്ന തേങ്ങ കോലിന്റെ കൈക്ക് തന്നു. മുതലാളി ഒരു ചെറ്റയാണെങ്കിൽ നല്ല സ്നേഹമുള്ള ഒരാളാണ്. കാരണം പച്ചവെള്ളത്തിന് പകരം നാരങ്ങ വെള്ളമായിട്ട് നമുക്ക് കുടിക്കാൻ തന്നിട്ടുണ്ട്. വെള്ളം കുടിച്ച് അപ്പൊ തന്നെ കമ്പിൻചണ്ടി ക്ലീനിങ് ബ്രഷ് തന്നാണ് വീടിന് മുകളിൽ ടാങ്ക് ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടി കോണി വെച്ച് വീടിന്റെ മുകളിലേക്ക് കയറേണ്ട എന്നായിട്ട് നിങ്ങൾ കാണുന്നത്. ടാങ്കിൽ ഹാഫ് ടാങ്ക് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ആ വിവരം മാഡത്തിനോട് പറയാൻ പോയപ്പോഴാണ് മാഡം പറഞ്ഞത് എന്താ വെച്ചാൽ ടാങ്ക് ക്ലീൻ ചെയ്യേണ്ട പകരം ഒരു കക്കൂസ് ക്ലീൻ ചെയ്തു പറഞ്ഞിട്ട് ഈ കണ്ട കക്കൂസ് ബ്രഷിന്റെ കയ്യിൽ തന്നിട്ടോ. അങ്ങനെ കക്കൂസ് ക്ലീൻ ആക്കേണ്ട ഇടയിലാണ് ഞാൻ ഉറച്ച തീരുമാനം എടുത്തത്. ചലഞ്ച് ഇവിടെ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഈ പെര മൊത്തത്തിൽ ഞാൻ ക്ലീൻ ആക്കേണ്ടി വരും. അതുകൊണ്ട് ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ടോ.